മകരമാസത്തിലെ തിരുവാതിര നാൾ. തിരുവാതിരയെ വരവേൽക്കാൻ കാരക്കാട് ദേശച്ചോഴി വീടുകളിലെത്തി. തിരുവാതിര തലേന്ന് ആർപ്പ് വിളിച്ചാണ് ചോഴികൾ വീടുകളിലെത്തിയത്. പാലക്കാടിന്റെ വള്ളുവനാടൻ ഭാഗങ്ങളിലെത്തുന്ന തിരുവാതിര ചോഴിയുടെ റിപ്പോർട്ടൊന്ന് കാണാം. പലയിടങ്ങളിലും യുവാക്കളും കുട്ടികളും ചോഴികെട്ടി വീടുകൾ കയറിയിറങ്ങാറുണ്ടെങ്കിലും ഷൊർണൂരിലെ കാരക്കാട് ദേശച്ചോഴിക്ക് പ്രത്യേകതകൾ ഏറെയാണ്. ആചാരപ്പെരുമ നിലനിർത്തിയാണ് ഈ ചോഴികെട്ടൽ. ഏതാണ്ട് 60 വർഷത്തിലധികം പഴക്കമുള്ള മുഖമൂടികളാണ് ഈ ചോഴിസംഘം ഉപയോഗിക്കുന്നത്. ഇത് തലമുറകൾ കൈമാറി വന്നതാണെന്നാണ് സംഘത്തിലുള്ളവർ പറയുന്നത്. തിരുവാതിര തലേന്ന് വൈകിട്ട് കാരക്കാട് പാട്ടുകണ്ടത്തിലെ കൽവിളക്കിൽ ദീപം തെളിയിച്ചു. തുടർന്ന് ചോഴികെട്ടൽ ആരംഭിച്ചു. ഉണങ്ങിയ വാഴയിലകൾ ദേഹത്ത് വെച്ച് കെട്ടി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആദ്യം പാട്ടുകണ്ടത്തിലും തുടർന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും കളിച്ചതിനു ശേഷം ദേശത്തെ വീടുകളിലെത്തി. ചോഴികെട്ടിന്റെ രീതികൾ ഇങ്ങനെയാണ്. പുരാണങ്ങളിലെ പാട്ടുപാടി ചോഴികൾ കളിക്കും. തുടർന്ന് കാലൻ കയ്യിൽ കരുതിയ കയറുമായി വീടുകളിൽ 3 പ്രാവശ്യം കൂവുന്നത് പതിവാണ്. തുടർന്നാണ് മുത്തശ്ശിയുടെ വരവ്. വീട്ടുകാരോട് തമാശകൾ പറയും. പാട്ടുപാടി ചുവടുകൾ വയ്ക്കും. വീടുകളിൽ നിലവിളക്ക് കൊളുത്തിയാണ് ദേശച്ചോഴിയെ വരവേൽക്കുക. ചടങ്ങല്ലേ വീടുകളിൽ നിന്ന് പണം, നാളികേരം, ശർക്കര, പഴം, കോടിമുണ്ട എന്നിവ നൽകും. കാരക്കാട് ദേശച്ചോഴിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് വീടുകളിൽ നൽകിയത്. UTV ന്യൂസ്, പാലക്കാട്.